രാഹുൽ ദ്രാവിഡ് എന്ന ഇന്ത്യൻ നായകൻ 2007-ൽ വെസ്റ്റ് ഇൻഡീസിലേക്ക് വിമാനം കയറിയത് ഏകദിന ലോകകപ്പ് കിരീടം തേടി. എന്നാൽ ആദ്യ റൗണ്ടിൽ പുറത്തായി. നാണം കെട്ടായിരുന്നു അന്ന് മടക്കം. 17 വർഷത്തിനിപ്പുറം അതേ വിൻഡീസിലെ ബാർബഡോസിൽ ദ്രാവിഡ് ശിരസ്സുയർത്തി നിന്നു. തന്റെ ശിഷ്യർ പൊരുതി നേടിയ ലോക കിരീടം കയ്യിലേന്തി. ICC കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 2021-ൽ രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലകനാകുന്നത്. 2023-ലെ ഏകദിന ലോകകപ്പ് വരെയായിരുന്നു കാലാവധി. പക്ഷേ അഹമ്മദാബാദിലെ കിരീട സ്വപ്നം ഓസീസിന് മുന്നിൽ തകർന്നു. പടിയിറങ്ങാൻ ഉറച്ച ദ്രാവിഡിനെ പിന്തിരിപ്പിച്ചത് BCCIയുടെ നിർബന്ധം. ആ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ ഒരു സ്വപ്നം അയാൾക്ക് ബാക്കിയുണ്ടായിരുന്നു: ലോക കിരീടം. അത് സഫലമാക്കിയാണ് ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലക കുപ്പായം അഴിച്ചുവയ്ക്കുന്നത്. ദേശീയ ടീമിന്റെ പരിശീലകനാകുന്നതിന് മുമ്പ് അണ്ടർ-19 ടീമിന്റെയും ഇന്ത്യ A ടീമിന്റെയും പരിശീലകനായി. 2018-ൽ അണ്ടർ-19 ലോകകപ്പും നേടി. 2023-ൽ ഏഷ്യ കപ്പും നേടിത്തന്നു. ഇന്ത്യ ഒരിക്കലും ടെസ്റ്റ് ജയിക്കാത്തിടമായിരുന്നു കേപ്പ് ടൗൺ. 2024 ജനുവരിയിൽ ദ്രാവിഡിന്റെ കീഴിൽ അവിടെ ജയിച്ച് ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു. ഏകദിന T20 റാങ്കിങ്ങിൽ ഇന്ത്യയെ 1-ാം സ്ഥാനത്തെത്തിച്ചു. ദ്രാവിഡിന്റെ കീഴിൽ ഇന്ത്യ 24 ടെസ്റ്റുകൾ കളിച്ചു. അതിൽ 14 ജയവും 7 തോൽവിയും. വിജയശതമാനം 58.33. 53 ഏകദിനം, അതിൽ 36 വിജയവും 14 തോൽവിയും. വിജയശതമാനം 72. T20-ൽ 70 മത്സരം, 51-ലും വിജയിച്ചു. വിജയശതമാനം 75. അങ്ങനെ നേട്ടങ്ങളുടെ ഭാരം ചുമന്നാണ് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുന്നത്.